പുണ്യ റജബിലെ വെള്ളിയാഴ്ച രാവും പകലും ഈ പരിശുദ്ധമായ ചെറിയൊരു സൂറത്ത് ഒന്ന് പാരായണം ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ കയ്യും കണക്കുമില്ലാത്തതാണ്. ദുനിയാവിലെ പ്രയാസങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, മാനസിക സംഘർഷങ്ങൾ എല്ലാം അള്ളാഹു നീക്കിത്തരും. നാളെ ആഖിറത്തിൽ സ്വർഗീയ ലോകത്ത് വലിയ ഭവനങ്ങൾ നമുക്ക് വേണ്ടി നിർമ്മിക്കപ്പെടും. അത്ര അത്ഭുതം നിറഞ്ഞൊരു സൂറത്ത് നമുക്കൊന്ന് ഓതണ്ടേ? അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധമായ റജബിലെ വെള്ളിയാഴ്ച രാവിലേക്ക് നമ്മൾ കടക്കുമ്പോൾ റജബ് വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ്. ഷഹറുല്ലാ, അള്ളാഹിൻ്റെ മാസമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ മാസം ഏറെ ശ്രേഷ്ഠത നിറഞ്ഞതാണ്. അതിൽ തന്നെ വെള്ളിയാഴ്ച രാവ് ഏറെ മഹത്വം നിറഞ്ഞതാണ്. ഇത് രണ്ടും കൂടെ അങ്ങ് ചേർന്ന് വരുമ്പോൾ പ്രാർത്ഥനയ്ക്കേറെ ഉത്തരം ലഭിക്കുന്ന, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ തിരുനോട്ടം ലഭിക്കുന്ന നിമിഷങ്ങളായി അത് മാറാണ്. ഇതൊക്കെ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനു കൊള്ളാന്നേ? ഞാനിന്ന് വളരെ ചെറിയൊരു സൂറത്തിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മിൽ പല ആളുകളും ഡെയിലി ഓതുന്ന സൂറത്തായിരിക്കാം. ഈ ചെറിയ സൂറത്ത് പതിവാക്കി കഴിഞ്ഞാൽ വമ്പൻ മഹത്വങ്ങളാണ്. ദുനിയാവിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. എല്ലാത്തിലുപരി ആഖിറത്തിലെ മുഴുവൻ പ്രയാസങ്ങൾക്കും അള്ളാഹു പരിഹാരം തരുന്നുണ്ട്. ഇതിലപ്പുറം എന്താ വേണ്ടത്? വെറും 59 ആയത്തുകൾ മാത്രമുള്ള സൂറത്തു ദുഹാൻ. സൂറത്തു ദുഹാൻ ഇത്രയൊക്കെ മഹത്വമുണ്ടോ ഉസ്താദേ? പിന്നില്ലേ. പ്രത്യേകിച്ച് നമ്മൾ ഈ വെള്ളിയാഴ്ച രാവിലെ പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ മഹത്വങ്ങൾ ഇങ്ങനെ വേറിട്ട് നിൽക്കും. അള്ളാഹു റബ്ബുൽ ആലമീൻ മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മൻ ഖറഅ സൂറത്തു ദുഹാൻ ഫീ ലൈലത്തിൽ ജുമുഅ അസ്ബഹ മഗ്ഫൂറൻ ലഹ്. ആരെങ്കിലും വെള്ളിയാഴ്ച രാത്രിയിൽ സൂറത്തു ദുഹാൻ ഓതി കഴിഞ്ഞാൽ നേരം വെളുക്കുമ്പോൾ പാപങ്ങൾ പൊറുക്കപ്പെട്ടവനായിട്ടാണ് അവൻ എഴുന്നേൽക്കുക എന്നുള്ളതാണ്. അവൻ്റെ ചെറിയ ചെറിയ പാപങ്ങളൊക്കെ അല്ലാഹ് അങ്ങ് പുറത്തു കൊടുക്കും. എന്തേ അവൻ ചെയ്തുള്ളൂ? സൂറത്തു ദുഹാൻ ഓതി. അത്രമേൽ മഹിതമായൊരു സൂറത്താണത്. ആ സൂറത്ത് മനസ്സിലാക്കിക്കൊണ്ട് ഹൃദ്യമായി റബ്ബിൽ നിന്ന് അവൻ്റെ തൗഫീഖ് പ്രതീക്ഷിച്ചുകൊണ്ട് മനസ്സറിഞ്ഞ് ഓതി നോക്കിക്കോ. നേരം വെളുക്കുമ്പോഴേക്ക് നമ്മുടെ പാപങ്ങളല്ല പുറത്തു വരും. ഇഖ്ലാസോടെ ഓതിയാലാട്ടോ ഇതൊക്കെ ലഭിക്കുക. മറ്റൊരു പ്രത്യേകതയുണ്ട്, മൻ ഖറഅ സൂറത്തു ദുഹാൻ ഫീ ലൈലത്തിൽ ജുമുഅ. ആരെങ്കിലും വെള്ളിയാഴ്ച രാവിലെ സൂറത്തു ദുഹാൻ പാരായണം ചെയ്താൽ 70,000 മാലാഖമാർ നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തും. യാ അല്ലാഹ്, 70,000 മലക്കുകൾ പടച്ചോനെ ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്കണേന്ന് പറയും. അതിലപ്പുറം നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ, അതിലപ്പുറം അള്ളാഹുവിലേക്ക് നമുക്ക് ഉയരാൻ വേറെന്താണ് വേണ്ടത്? നമുക്ക് വേണ്ടി 70,000 മാലാഖമാർ അള്ളാഹിനോട് ചോദിക്കുന്നൊരു മനോഹരമായ നിമിഷത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഇപ്പോൾ പ്രത്യേകിച്ച് റജബിലെ വെള്ളിയാഴ്ച രാവാകുമ്പോൾ അതിന് വല്ലാത്തൊരു മഹത്വം കൂടുകയല്ലേ. ഹബീബായ തങ്ങൾ തന്നെ പറയുന്നുണ്ട്, മൻ ഖറഅ ഫീ ലൈലത്തിൽ ജുമുഅ ഔ യൗമിൽ ജുമുഅ. ഈ സൂറത്തു ദുഹാൻ വെള്ളിയാഴ്ച രാവ് അല്ലെങ്കിൽ പകൽ, വെള്ളിയാഴ്ചയുടെ പകലിൽ ഓതിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബൻ അല്ലാഹു ലഹു ബൈത്തൻ ഫിൽ ജന്ന. സ്വർഗത്തിൽ അള്ളാഹു അവർക്ക് ഒരു വീടങ്ങ് പണിയും, ഒരു കൊട്ടാരം പണിയും. മലക്കളോട് പറയണം, ഈ മനുഷ്യന് വേണ്ടി ഒരു കൊട്ടാരം പണിയണം സ്വർഗത്തിൽ. സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ അതാ നമ്മുടെ പേരിലൊരു കൊട്ടാരം. എന്തിനാണ്? സൂറത്തു ദുഹാൻ പാരായണം ചെയ്തതിൻ്റെ പേരിലാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അത്ര വലിയ അത്ഭുതം ആഖിറത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടിച്ചരും. ദുനിയാവിലും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതാണ്. സ്വാലിഹീങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്, ആരെങ്കിലും രാത്രിയിൽ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാത്രിയിൽ സൂറത്തു ദുഹാൻ പാരായണം ചെയ്താൽ അവൻ അള്ളാഹു റഹ്മത്തും മഗ്ഫിറത്തും ഒക്കെ അങ്ങ് ഇറക്കി കൊടുക്കും. പടച്ചോൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു നോട്ടം അള്ളാഹുവിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? അതുപോലെ പാപമോചനം, മഗ്ഫിറത്ത് ലഭിക്കാൻ റഹ്മാനായ തമ്പുരാൻ അവൻ്റെ അധികാരത്തിന് മുകളിൽ നിന്നിങ്ങനെ നമ്മളിലേക്ക് കാരുണ്യത്തിൻ്റെ ഒരു നോട്ടം. യാ അല്ലാ, നിൻ്റെ തിരുദർശനത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. രണ്ടാമതൊരു പ്രത്യേകത എന്താണ്? മഹത്തുക്കൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്, വെള്ളിയാഴ്ച രാവിൽ ഒരു മനുഷ്യൻ ഇത് പാരായണം ചെയ്താൽ തഹ്ലിബുൽ ഖൈറ വൽ ബറകത വൽ റിസ്ഖ്, അവന് ഭക്ഷണവും ബറക്കത്തും നന്മയൊക്കെ അവനിങ്ങനെ പൊതിയുന്നാൻ. സുബ്ഹാനല്ലാഹ്. വെള്ളിയാഴ്ച രാവിലും പകലിലൊക്കെ ഒന്ന് ഓതിക്കോ, ജീവിതത്തിൽ ബറക്കത്ത് വന്ന് നിറയും. എപ്പോഴും ഉണർത്താറുള്ളത് പോലെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോടീശ്വരനാകും എന്നൊന്നുമല്ല. ചിലപ്പോൾ അങ്ങനെ ആയിക്കൂടായികയുമില്ല, അങ്ങനെ ആക്കിയേക്കാം. പക്ഷെ അത് മാത്രമല്ല ബറക്കത്ത് എന്ന് പറയുന്നത്, സമാധാനം. ഉള്ളതിൽ നിങ്ങൾക്ക് മതിയാകും. മറ്റൊരാളുടെ മുമ്പിൽ പോയി കൈ നീട്ടേണ്ടി വരില്ല. അള്ളാഹിൻ്റെ മുമ്പിൽ മാത്രം കൈ നീട്ടുന്നൊരവസ്ഥയിലേക്ക് അള്ളാഹ് എത്തിച്ചു തരും. ബറക്കത്ത് ഉണ്ടാകും. അതുപോലെ റിസ്ക്, ഭക്ഷണത്തിൽ ബറക്കത്ത്. ഭക്ഷണം മുട്ടൂല. വെള്ളിയാഴ്ച രാവും പകലും സൂറത്തു ദുഹാൻ എന്ന് പാരായണം ചെയ്താൽ മതി. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സൂറത്തു ദുഹാൻ ഫി യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം, അത് രാവാകട്ടെ പകലാകട്ടെ
പകലിലൊരു മനുഷ്യനോതി ജുമഅക്ക് മുമ്പായിട്ട് ഒരാൾ ഓതിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? തത്റുദു ശയാത്തീൻ, പിശാചുക്കൾ വരണ്ടോടും. പിശാച് വീട്ടിലുണ്ടെങ്കിലേ ആ വീട്ടിൽ നിന്ന് പിശാച് പേടിച്ച് വരണ്ടോടിക്കളയും. പൈശാചിക ബുദ്ധിമുട്ട് അനുഭവിക്കണ എത്രയോ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് മനുഷ്യന്മാരെ. ചിന്തിച്ചു നോക്കിയേ, പിശാച് ബാധ കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം മറന്നുപോയ അവസ്ഥ, ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേൽക്കുന്ന അവസ്ഥ, നമ്മുടെ ജീവിതത്തിൽ നിരന്തരം വിട്ടുമാറാതെ പിന്തുടരുന്ന ചില പ്രയാസങ്ങൾ, വിട്ടുമാറാത്ത രോഗങ്ങൾ. ചിലപ്പോൾ അതിൻ്റെ കാരണം പിശാചിൻ്റെ ബുദ്ധിമുട്ടായിരിക്കാം. ആ പിശാചിനെ വിരട്ടി ഓടിക്കാൻ വെള്ളിയാഴ്ച രാവും പകൽ എന്തോതിയാൽ മതി? സൂറത്തു ദുഹാൻ പാരായണം ചെയ്താൽ മതി. അത് മാത്രമല്ല, മിൻകുല്ലി സൂ, എല്ലാ മോശത്തരങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് കാവൽ തരും. മോശമായ അല്ലെങ്കിൽ അപകടങ്ങളിൽ നിന്നൊക്കെ പടച്ചോ നമ്മളെ അങ്ങ് കാക്കും. മറ്റൊരു പ്രത്യേകതയുണ്ട്, എന്നും രാത്രി, എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരാൾ സൂറത്തു ദുഹാൻ പാരായണം ചെയ്താൽ അവനിൽ അള്ളാഹു ഭക്ഷണവും ബറക്കത്തും ഒക്കെ അങ്ങ് ഇറക്കി കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഒരു സംഭവം കൂടെ പറയാം. ഇമ്മത്തുകൾ ഉദ്ധരിക്കുന്നുണ്ട്, അൽ മുവാദിബ അല ഖിറാഅത്തി സൂറത്തു ദുഹാൻ ഒരാളിങ്ങനെ പതിവാക്കിയാൽ തുക്ഫിൽ മുഅ്മിനായ മനുഷ്യനത് മതി കേട്ടോ. അവന് പിന്നെ വേറൊരു മരുന്നിൻ്റെ ആവശ്യമില്ലാത്ത വണ്ണം അവനെ അള്ളാഹ് അങ്ങ് പ്രൊട്ടക്റ്റ് ചെയ്യും. എന്തിൽ നിന്ന്? മിൻ കുല്ലി ശർരി സിഹ്റ, എല്ലാ സിഹറിൽ നിന്നും എന്തൊക്കെ സിഹറുകളുണ്ടോ, എത്ര മാരകമായ സിഹറാണോ അതിൽ നിന്നൊക്കെ അള്ളാഹു റബ്ബുൽ ആലമീൻ അവനെ അങ്ങ് പ്രൊട്ടക്റ്റ് ചെയ്യും. സിഹറുകൾ ബാത്തുലാക്കാൻ അത് മതി. മാത്രമല്ല വഅമിന മിനൽ ജിന്നി വശയാത്തീൻ, ഷെയ്ത്വാനിൽ നിന്നും ജിന്നുകളിൽ നിന്നുമുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹു അവനെ അങ്ങ് രക്ഷിക്കുമെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അപ്പോൾ ദുനിയാവും കിട്ടി, ആഖിറവും കിട്ടി, സമാധാനത്തിന് സൂറത്തു ദുഹാൻ മതി. മനസ്സിലായോ? അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച രാവാണ് കടന്നു വരുന്നത്. രാത്രിയും നാളെ പകലും ഒക്കെ ഓതിക്കോ, രാവിലും പകലിലും ഓതിക്കോ. നമ്മുടെ ജീവിതം അങ്ങ് മാറി മറിയാൻ സൂറത്തു ദുഹാൻ ഒരു നിമിത്തമാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഓതുന്നുണ്ടല്ലോ ഉസ്താദേ, ഓതിക്കോ. പക്ഷേ ഈ മഹത്വങ്ങൾ മനസ്സിലാക്കിയിട്ട് ഓതുമ്പോഴാണ് അതിന് പ്രതിഫലം ഇരട്ടിയാകുന്നത്. അള്ളാഹു അത് ആസ്വദിക്കാൻ തൗഫീക്ക് നൽകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.